Hello everyone, welcome to the Active Trader. Candlestick Chart for Beginners എന്ന സീരീസിന്റെ പാർട്ട് 4 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന രണ്ട് കാൻഡിൽസ്റ്റിക് ചാർട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബുള്ളിഷ് ആൻഡ് ബിയറിഷ് എൻഗൾഫിംഗ് കാൻഡിൽസ്. ബുള്ളിഷ് എൻഗൾഫിംഗ് കാൻഡിലും ബിയറിഷ് എൻഗൾഫിംഗ് കാൻഡിലുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് കാൻഡിൽസ്റ്റിക്സ്. അപ്പൊ നമുക്ക് ആദ്യം ബുള്ളിഷ് എൻഗൾഫിംഗ് കാൻഡിൽ നോക്കാം. ഇതാണ് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് കാൻഡിൽ. നമ്മൾ ഇതുവരെ നോക്കിയ കാൻഡിൽ സ്റ്റിക്സിന്റെ അകത്ത് ഒരു സിംഗിൾ കാൻഡിൽ ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഡോജി ആയാലും ടൈപ്സ് ഓഫ് ഡോജി ആയാലും അതുപോലെ തന്നെ ഹാമർ, ഹാങ്മാൻ, ഇതൊക്കെ നമ്മൾ ഒരു സിംഗിൾ കാൻഡിലിന് പറയുന്ന ഒരു പേരാണ്. ഇവിടെ നമ്മൾ എൻഗൾഫിംഗ് എന്ന് പറയുന്ന സമയത്ത് രണ്ട് കാൻഡിൽസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു കാൻഡിൽ ഇവിടെ കാണാം. അതിനുശേഷം വരുന്നത് ഒരു വലിയൊരു ബുള്ളിഷ് കാൻഡിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ്. അപ്പൊ ഇതിലൊരു രണ്ട് കാൻഡിൽസ് നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത് ഒരു ഡൗൺ ട്രെൻഡ് കഴിയുന്ന സമയത്ത്, ഇതൊരു ഡൗൺ ട്രെൻഡ് വരുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ മൂന്ന് ലൈൻസ്. ഇപ്പൊ ഒരു ഡൗൺ ട്രെൻഡിൽ വരുന്ന ഒരു അണ്ടർലൈൻ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ്, ഒരു അണ്ടർലൈൻ സ്റ്റോക്ക് ഒരു ഡൗൺ ട്രെൻഡിൽ വരുന്ന സമയത്ത് ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു കാൻഡിൽ സ്റ്റിക്ക് ആണ് ബുള്ളിഷ് എൻഗൾഫിംഗ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഡോജി ആയാലും അതുപോലെ ഹാമർ ആയാലും അതൊക്കെ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാൻഡിൽ സ്റ്റിക്ക് ആയിരുന്നു. അതിൽ തന്നെ മൂന്നാമത് വരുന്ന ഒരു കാൻഡിൽ ആണ് ബുള്ളിഷ് എൻഗൾഫിംഗ് അല്ലെങ്കിൽ ബിയറിഷ് എൻഗൾഫിംഗ്. ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത് ഒരു ഡൗൺ ട്രെൻഡിന്റെ റിവേഴ്സൽ, ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം അപ് ട്രെൻഡിലോട്ട് വരുന്ന ഒരു റിവേഴ്സൽ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാൻഡിലാണ് ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഡൗൺ ട്രെൻഡിൽ വരുന്ന ഒരു അണ്ടർലൈൻ സ്റ്റോക്കിൽ ഡൗൺ ട്രെൻഡ് വരുന്നുണ്ട്. അപ്പൊ ആ ഡൗൺ ട്രെൻഡിൽ വന്നിട്ടുള്ള അവസാനത്തെ ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു കാൻഡിൽ അതിനെ എൻഗൾഫ് ചെയ്തുകൊണ്ട് ഒരു കാൻഡിൽ വരുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതൊരു ബുള്ളിഷ് കാൻഡിലാണ്. അപ്പൊ മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന അവസാനം വന്നിട്ടുള്ള ബിയറിഷ് കാൻഡിലിനെ എൻഗൾഫ് ചെയ്തുകൊണ്ട്, എൻഗൾഫ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴുങ്ങുക എന്നാണ് ഒരു മീനിങ് വരുന്നത്. അപ്പൊ അതിനെ മുഴുവനായിട്ടും കവർ ചെയ്ത് ഒരു ഓപ്പണും ക്ലോസും, അതായത് പ്രീവിയസ് കാൻഡിലിന്റെ മുമ്പ് വന്നിട്ടുള്ള അല്ലെങ്കിൽ അവസാനം വന്നിട്ടുള്ള കാൻഡിലിന്റെ ബോഡി, ഇതാണ് ഇതിന്റെ ചെറിയൊരു ബോഡി എന്ന് പറയുന്നത്. ഈ ഒരു ബോഡി എൻഗൾഫ് ചെയ്തുകൊണ്ട് ഈ ഒരു വലിയ കാൻഡിൽ ഫോം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചെറിയൊരു ബോഡി, അവസാനം വന്നിട്ടുള്ള കാൻഡിലിന്റെ ഈ ഒരു ബോഡീനെ എൻഗൾഫ് ചെയ്യുന്ന വലിയൊരു ബോഡിയാണ് നമുക്ക് ഇവിടെ ബുള്ളിഷ് കാൻഡിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാൻഡിലിന്റെ സൈസ് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് വന്നിട്ടുള്ള കാൻഡിലിന്റെ ബോഡിയുടെ സൈസിനെക്കാളും വളരെ വലുതായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഹൈ ആൻഡ് ലോ അല്ലെങ്കിൽ ഓപ്പൺ ആൻഡ് ക്ലോസ് ആണ്. ഇതിന്റെ ഓപ്പൺ ഇവിടെയും ക്ലോസ് ഇവിടെയുമാണ്. അപ്പൊ ഈ ഒരു കാൻഡിലിന്റെ ബോഡീനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഒരു കാൻഡിൽ, നമുക്ക് ബുള്ളിഷ് ആയിട്ടൊരു കാൻഡിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് ഡൗൺ ട്രെൻഡിന്റെ റിവേഴ്സൽ, ഡൗൺ ട്രെൻഡ് വരുന്നു, അത് അപ് ട്രെൻഡിലേക്ക് മാറുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് എന്നുള്ള കാൻഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ ബിയറിഷ് എൻഗൾഫിംഗ് ആണ് അടുത്തത് വരുന്നത്. ബിയറിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് റിവേഴ്സൽ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാൻഡിലാണ്. അത് നമുക്ക് അപ് ട്രെൻഡ് വന്നതിന് ശേഷം ഡൗൺ ട്രെൻഡിലേക്ക് മാറുന്ന സമയത്ത് വരുന്നതാണ് ബിയറിഷ് എൻഗൾഫിംഗ്. അപ്പൊ അതുവരെ വന്നിരുന്നത് അപ് ട്രെൻഡ് ആയിരുന്നു. അണ്ടർലൈൻ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സിന്റെ അപ് ട്രെൻഡ് നമുക്ക് ഇവിടെ ഒരു അവസാനമായ ഒരു കാൻഡിൽ വന്നിട്ടുണ്ട്. ഈ ഒരു കാൻഡിലിനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ബിയറിഷ് കാൻഡിൽ ഫോം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബിയറിഷ് കാൻഡിലിന്റെ ബോഡി എന്ന് പറയുന്നത് അവസാനം വന്നിട്ടുള്ള കാൻഡിലിന്റെ ബോഡീനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ബോഡീനെ മാത്രം എൻഗൾഫ് ചെയ്താൽ മതി. ഇപ്പൊ ഇതിന്റെ ഈ ഒരു അവസാനം വന്നിട്ടുള്ള കാൻഡിലിന്റെ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു കാൻഡിലിന്റെ ബുള്ളിഷ് എൻഗൾഫ് ചെയ്തിട്ടുള്ള കാൻഡിലിന്റെ എൻഗൾഫ് ചെയ്യുന്ന കാൻഡിലിന്റെ ഹൈനേക്കാളും മുകളിലാണ്. അപ്പോൾ ഇതിന്റെ വിക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോവർ ഷാഡോ അല്ലെങ്കിൽ അപ്പർ ഷാഡോ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ബോഡീനെ എൻഗൾഫ് ചെയ്യണം എന്ന് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ ഒരു ബോഡീനെ മാത്രമാണ് എൻഗൾഫ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് കൃത്യമായി കാണാം ഈ ഒരു കാൻഡിൽ അവസാനം വന്നിട്ടുള്ള അപ് ട്രെൻഡിൽ അവസാനം വന്നിട്ടുള്ള കാൻഡിലിന്റെ ബോഡീനെ എൻഗൾഫ് ചെയ്തിട്ടാണ് ഈ ഒരു ബിയറിഷ് കാൻഡിൽ വന്നിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഇതിനെ ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത് അപ് ട്രെൻഡിൽ റിവേഴ്സൽ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്യാൻഡിൽ സ്റ്റിക് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ റിയൽ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇത് നമുക്ക് ഇൻഡെക്സ് നിഫ്റ്റി 50 ഇൻഡെക്സ് ആണ്. ഈ ഇൻഡെക്സിൽ നമുക്ക് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് നമുക്ക് മറ്റ് ക്യാൻഡിൽസ് പറയുന്നത് പോലെ തന്നെ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലിൽ വരുമ്പോഴാണ് അത് കൂടുതലും നമുക്ക് വാലിഡ് ആവുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊരു പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തതിനു ശേഷം മുകളിലോട്ട് മാർക്കറ്റ് പോയി. അതിനുശേഷം ഈ ലെവലിലോട്ട് ഒരു താഴോട്ട് വന്നു. അപ്പൊ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. അപ്പൊ ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു സപ്പോർട്ട് ലെവലിൽ അവസാനമായിട്ടൊരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബോഡി വളരെ ചെറിയൊരു ബോഡിയാണ്. ഈ ഒരു ബോഡീനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം നല്ലൊരു അപ്പ് മൂവ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പൊ അത് നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിലിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ ബിയറിഷ് ക്യാൻഡിലിന്റെ എക്സാമ്പിൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്കൊരു ലൈൻ വരയ്ക്കാം. അപ്പൊ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ വളരെ കൃത്യമായ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഒരു അപ് ട്രെൻഡിൽ അല്ലെങ്കിൽ ഒരു അപ്പ് മൂവിന് ശേഷം നമുക്ക് റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് ഈ ഒരു ക്യാൻഡിലിനെ പ്രീവിയസ് ക്യാൻഡിൽ അവസാനം വന്നിട്ടുള്ള ക്യാൻഡിലിന്റെ എൻഗൾഫ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബിയറിഷ് ക്യാൻഡിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ബിയറിഷ് എൻഗൾഫിംഗ് എന്ന് നമുക്ക് പറയാം. അപ്പൊ കൃത്യമായി നമുക്ക് കാണാം ഈ ഒരു ബോഡീനെ കംപ്ലീറ്റ് ആയിട്ട് എൻഗൾഫ് ചെയ്തിട്ടാണ് ഈ ഒരു ബിയറിഷ് ക്യാൻഡിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതൊരു ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ അതിനുശേഷം വന്നിട്ടുള്ളത് ഒരു ഡൗൺ ട്രെൻഡ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ. അതുപോലെ തന്നെ നമുക്ക് ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ നമ്മൾ നേരത്തെ കണ്ടു. ഒരു സപ്പോർട്ട് ലെവലിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നിട്ടുള്ളത്. ഈ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലിന് ശേഷം നമുക്കൊരു അപ്പ് മൂവ് കാണാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലിന് ശേഷം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡൗൺ ഫോളും നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ മനസ്സിലാക്കാനായിട്ട് ബുള്ളിഷ് ക്യാൻഡിലും ബിയറിഷ് ക്യാൻഡിൽസും ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ ഞാനൊരു ഇൻഡെക്സിൽ നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത്. അത് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ സ്റ്റോക്സിലും ഇതേപോലെ ബുള്ളിഷ് എൻഗൾഫിംഗും ബിയറിഷ് എൻഗൾഫിംഗും വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തതിനു ശേഷം വരുന്ന സ്റ്റോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ്സിൽ പറയുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ക്യാൻഡിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ക്യാൻഡിലുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.